നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന പർപ്പടകപ്പുല്ലിനെയാണ്. ജ്വരരോഗങ്ങൾക്ക് അഗ്രൗഷധം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പർപ്പടകം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന ജ്വരജ്ഞ ഔഷധം ഏതെന്നുള്ളത് ആയുർവേദക്കാരുടെ ഇടയിൽ ഒരു ഭിന്നാഭിപ്രായമാണ് ഉള്ളത്. ഏതുതന്നെ ആയാലും ഇന്ന് പർപ്പടകം എന്നറിയപ്പെടുന്ന എല്ലാ ചെടികളും ജ്വരഹരമായി പ്രവർത്തിക്കുന്നു. സംസ്കൃതത്തിൽ ഇതിനെ പർപ്പടകം, ജ്വരജ്ഞം, സൂക്ഷ്മപത്ര, ശീതപ്രിയ, പിത്തഗ്നി എന്നെല്ലാം അറിയപ്പെടുന്നു. റൂബിയേസി കുടുംബത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഓൾഡൻറാൻഡിയ കോറിംബോസ എന്നതാണ്. കേരളത്തിലുടനീളം ഈ ചെറുക്ഷൂപം കാണപ്പെടുന്നു. 8 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഈ സസ്യം ശാഖകളും ഉപശാഖകളോടും കൂടിയതാണ്. ഇതൊരു ഏകവർഷി സസ്യമാണ്. ഇലകൾ വളരെ നേർത്തതും കൂർത്ത അറ്റത്തോടു കൂടിയതുമാണ്. 1/2 മുതൽ 1.25 സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് ഇത് കാണുന്നത്. ശാഖകളുടെ പർവ്വസന്ധികളിൽ ചുറ്റോടു ചുറ്റും 2 മുതൽ 8 ഇലകൾ വരെയാണ് ഇത് കാണുന്നത്. പുഷ്പങ്ങൾ വളരെ നേർത്തതാണ്. അവ പത്രകക്ഷത്തിൽ നിന്നും ഉണ്ടാകുന്നു. അവയ്ക്ക് പച്ച നിറമാണ് ഉണ്ടാവുക. 1/2 സെൻറ്റിമീറ്ററോളം മാത്രം നീളമാണ് അതിനുണ്ടാകുന്നത്. ഏതാണ്ട് 3 പുഷ്പങ്ങൾ വരെയാണ് ഒരു ദിക്കിൽ നിന്നും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലം ക്യാപ്സ്യൂളുകളാണ്. ഇതിൽ ധാരാളം വിത്തടങ്ങിയിട്ടുണ്ട്. ഈ ചെടിക്ക് ആകെ മൊത്തം ഒരു വിളറിയ പച്ച നിറമാണ് ഉള്ളത്. ഇതിൽ റെസിൻ, കയ്പുള്ള വസ്തു, ആൽക്കലോയിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു. പിത്ത കഫവികാരങ്ങൾ ശമിപ്പിക്കും. ജ്വരം, ചുട്ടുനീറ്റൽ എന്നിവയ്ക്കും ശമനം ഉണ്ടാകും. ഇവ അഗ്നിദീപ്തി ഉണ്ടാക്കും. ദഹനശക്തിയും വർദ്ധിപ്പിക്കും. ഇവ മൂത്രളമാണ്. ആർത്തവവും ഉണ്ടാക്കുകയും ചെയ്യും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ പർപ്പടകം, മുസ്താ പർപ്പടകം ജ്വരയെന്നാണ് പറയാം. ഈ പനിയിലെ ഏറ്റവും 2 അഗ്രൗഷധമായി പറയുന്നതാണ് മുത്തങ്ങിയും പർപ്പടക പുല്ലും. ഇത് പുല്ലെന്ന് പറയാം. ഇത് ഏറ്റവും ഇതിൻ്റെ ഉപയോഗം പുല്ല് പനിക്കാണ്. ഇത് കഷായം വെച്ചിട്ട് കൊടുത്താൽ പനി നിൽക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. മാത്രമല്ല ഈ മീസൽസ് മുതലായ ചില ഈ വൈറൽ ഇൻഫെക്ഷൻസിൻ്റെ ഈ പർപ്പടക പുല്ലെടുത്ത് കഷായം വെച്ച് തേൻ ചേർത്ത് കൊടുത്താൽ കുട്ടികൾക്ക് പോലും കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ പർപ്പടകത്തിൻ്റെ പുല്ല് കഷായം വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സ്വരസം എടുത്ത് കഴിഞ്ഞാൽ ഈ ഗർഭാശയം ചുരുങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ആർത്തവശുദ്ധിയൊക്കെ ഉണ്ടാകും. പിന്നെ ഈ പർപ്പടക പുല്ലിട്ട് കഷായം ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം മുഴുവൻ നീര് മാറും. വാറാത്ത നീര്, എപ്പോഴും ഇങ്ങനെ നീര് വരിക ശരീരത്തിൽ, അത് വളരെയധികം കുറയും. ഒരു ഷഡംഗം കഷായമുണ്ട്, അതിൽ ചേർക്കുന്ന ഒരു ഔഷധമാണ് ഈ പർപ്പടക പുല്ല്.